ഹലോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഒരു 10 മണിപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി ഇന്ന് കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അതാ ഇവിടെ അടുക്കളയിൽ ഉള്ളി വരെ എടുത്തുണ്ടോ എന്ന് വെച്ചിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മേഘം പോണ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ പഠിച്ച് ഉച്ചയായപ്പോഴത്തേക്കും എന്താ സാമ്പാറും പപ്പടവും ചെറുപയറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ഡ്യൂഡ് സിനിമയും കണ്ടു കേട്ടോ. വൈകിട്ടായപ്പോൾ എനിക്ക് മസ്കാ ബണ്ണ് ഉണ്ടാക്കാൻ ആഗ്രഹം. അതിന് ബട്ടറും മിൽക്ക് മെയ്ഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബണ്ണ് മാത്രമേ ഇല്ലാണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ബണ്ണ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡിൽ ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആ മിൽക്ക് മെയ്ഡ് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു കാര്യമില്ലാണ്ട് അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അതിലാണെങ്കിൽ ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കുപ്പി അങ്ങോട്ട് കമഴ്ന്ന് വീണപ്പോഴത്തേക്കും അത് മൊത്തം പോവുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ആ കുപ്പി എടുത്ത് കഴുകി ആ വിഷമം മാറ്റാനായിട്ട് അതിൽ മണി പ്ലാന്റ് ഇട്ട് വെച്ചു കേട്ടോ. എങ്ങനെ അത് പോയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. പിന്നെ എന്തായാലും ഉണ്ടാക്കാനായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തല്ലേ, അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. മിൽക്ക് പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ പരാജയങ്ങളൊക്കെ അതിജീവിച്ച് സംഭവം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, ഞാൻ എന്തുണ്ടാക്കാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഇതുപോലെ പറ്റും. അങ്ങനെ ബട്ടറും പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താരമായിട്ടുള്ള പാൽപ്പൊടീനെ പാൽപ്പൊടി മിൽക്കും കൂടി ചേർന്ന് എന്താവും? മിൽക്ക് മെയ്ഡ് ആവും. അത്രേ ഉള്ളൂ നമ്മുടെ മിൽക്ക് മെയ്ഡ്. അങ്ങനെ പിന്നല്ല, എന്നെ തോപ്പിക്കാൻ പറ്റിയൊന്നുമില്ല. അങ്ങനെ 2-3 സ്പൂൺ പാൽപ്പൊടി അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പാലും കൂടി വെച്ച് കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതിൻ്റെ കുറവ് നമ്മൾ നികത്തിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് റെഡിയാക്കി എടുക്കാം. കുറച്ചും കൂടി പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് അങ്ങോട്ട് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിച്ചാൽ തീറ്റ, വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പിന്നെ അത് ബണ്ണിന് പകരം ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ ഒരു ക്രീം നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നമുക്കിങ്ങനെ തേക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ തേച്ച് ആദ്യത്തെ തന്നെ തേച്ച് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു കേട്ടോ. കൂടുതൽ എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നാനൊന്നും നിന്നില്ല. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് എടുത്തു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീയക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവേ എനിക്കും അമ്മയ്ക്കുമാണ് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നീയക്കും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ തീർന്നുവല്ലോ. നീയ പിന്നെ മറ്റേ നമ്മൾ മീൻ വെട്ടുമ്പോൾ പൂച്ച വന്ന് നോക്കിയിരിക്കില്ലേ, അതേപോലെ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ, വേഗം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം എല്ലാത്തിലും ആ ഒരു ക്രീമൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്തത് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്കാ ബണ്ണിൻ്റെ അപരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് മസ്കാ ബണ്ണാണെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇന്ന് മഴ എന്നോട് നന്നായിട്ട് സഹകരിച്ചു. അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു.